intromusic.com layout track. ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഹവർ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ബീഫ് വരട്ടിയതാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നന്നായി കഴുകി അതിൻ്റെ വെള്ളം വാരാൻ വെക്കുക. ബീഫ് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി നന്നായി ചതച്ചെടുക്കുക. ബീഫിൻ്റെ വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ചേർക്കുക. കറിവേപ്പിലൻ്റെ ഒരു തണ്ട്, അര ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഒരു വിസിൽ അടിച്ച് ഫ്ലെയിം ഒന്ന് കുറച്ചൊരു 3 വിസിൽ അടിച്ചതിന് ശേഷം തീയൊന്ന് ഓഫാക്കി അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നെടുക്കുക. ബീഫ് വെന്ത് വരുമ്പോഴേക്കും മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി 2 സവാള, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുക്കുക.
മസാല തയ്യാറാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും. ഉള്ളി ചെറിയ ബ്രൗൺ നിറത്തിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഇഞ്ചി, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ബീഫ് വേവിച്ച സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. എന്നാലും അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം കൂടെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ബീഫ് വേവിച്ച് വെള്ളം ഒരുപാടുണ്ടെങ്കിൽ ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ചേർത്ത് വേണം വറ്റിച്ചെടുക്കാൻ. ഉപ്പ് പാകം നോക്കിയിട്ട് കുറവാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില, വേവിച്ച് വെച്ച ബീഫ് കൂടി ചേർത്ത് നന്നായി ഇളക്കി 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ജീരകം വറുത്ത് പൊടിച്ചത് 2 ടീസ്പൂൺ, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തത്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി തീ ഓഫാക്കി വാങ്ങി വെക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ബീഫ് വരട്ടിയതാണിത്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാ വേറെ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.